ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിശേഷമാണ് ഇന്നത്തെ ടോപ്പിക്ക്. ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനം വലിയൊരു സംസ്ഥാനം തന്നെയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം. 2011 സെൻസസ് പ്രകാരം അവിടുത്തെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 61%. അതിനെ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, സ്ത്രീകളുടെ മാത്രം എടുക്കുകയാണെങ്കിൽ 50% ലിറ്ററസി റേറ്റ്. 2 സ്ത്രീകളെടുത്താൽ അതിലൊരു സ്ത്രീക്ക് അക്ഷരജ്ഞാനമില്ല എന്ന് പറയുന്നത് അത് വേസ്റ്റ് കേസാണ്. അക്ഷരജ്ഞാനമില്ല. അപ്പോൾ ബാക്കി അക്ഷരജ്ഞാനമുള്ളവർക്കും ഉള്ള വിദ്യാഭ്യാസത്തിനെ കുറിച്ചുള്ള ലെവല് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സംസ്ഥാനത്ത് വർഷങ്ങളായിട്ട് JDUവും BJPയും ആയിട്ടുള്ള ആൾക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മനുഷ്യന്മാരെ മനസ്സ് മാറിയിട്ടില്ല, ഇതുവരെ മാറിയിട്ടില്ല. അവർക്ക് വികസനം വരാതിരുന്നിട്ടും അവർ മനസ്സ് മാറിയിട്ടില്ല. അതിനുള്ള പ്രധാന കാരണം അവരിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന വികാരങ്ങളാണ്. മതത്തിൻ്റെയും ജാതിയുടെയും ദേശീയതയുടെയും വികാരങ്ങൾ അവരിൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നവർ, എൻ്റെ മതത്തെ, എൻ്റെ ജാതിയെ സംരക്ഷിക്കുന്നവർ എന്ന ചിന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനങ്ങളാണ് അവിടെ ഉള്ളത്. അവരുടെ മനസ്സ് അങ്ങനെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായിട്ടുള്ള പാർപ്പിടങ്ങളില്ല. ബീഹാറിലെ സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ദയനീയമാണ്. നമുക്ക് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനെ വെച്ചിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അപ്പം ഞാൻ ഈ വീഡിയോ ബീഹാറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളെ ചുറ്റുമുള്ള കുറേ BJPക്കാർ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കപ്പെടുമെന്ന രീതിയിലാണ്. ഒരു കാര്യം ഓർത്തുകൊള്ളുക പ്രിയപ്പെട്ട BJPക്കാരെ, ഇത് BJP ഉണ്ടാക്കിയ കേരളമല്ല. ഇത് അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും അടക്കമുള്ള ആൾക്കാർ പൊരുതി ഉണ്ടാക്കിയ കേരളം തന്നെയാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മാറി മാറി ഭരിച്ച ഒരു സംസ്ഥാനം തന്നെയാണ്. എപ്പോഴും ഇടത്തുവശത്തേക്ക് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്ന, ശാസ്ത്രത്തിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിന്തിക്കാൻ താല്പര്യപ്പെടുന്ന, മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സുള്ള മലയാളിയുടെ കേരളമാണിത്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊന്നും നിങ്ങൾ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികൾക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. പക്ഷേ അതെപ്പോഴും ഇടത് രാഷ്ട്രീയം അല്ലെങ്കിൽ നേരായ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളിൽ ആയിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.